മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് മെയ് 5 രാവിലെ 11 മുതൽ ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം, തിരുവനന്തപുരം. TV പ്രേക്ഷക സംഗമം കണ്ണൂർ മെയ് 8 രാവിലെ 10:30 മുതൽ. സ്ഥലം IMA ഹാൾ, തളാപ്പ്, കണ്ണൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് മെയ് 9 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം കർത്താവ് നമുക്ക് തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും കർത്താവ് നമുക്ക് വേണ്ടി തന്നതാണ്. ഓരോ ദിവസത്തിനും അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വലിയ 2 സാക്ഷ്യങ്ങളാണ്. കർത്താവ് തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ശ്രേഷ്ഠമായ 2 അനുഭവ സാക്ഷ്യങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാനായി പോകുന്നത്. ആദ്യമായിട്ട് കുടപ്പനക്കുന്നിൽ നിന്നും ഷിജു എന്ന പേരുള്ള ഒരു ബ്രദറാണ് തൻ്റെ അനുഭവത്തെ പങ്കുവെക്കുന്നത്. ഈ ബ്രദർ പറയുന്നത് താൻ 17 വർഷമായിട്ട് മദ്യപിക്കുമായിരുന്നു. ഒരു വിവാഹ വേളയിലാണ് താൻ മദ്യപിക്കാനായി തുടങ്ങിയത്. എന്നാൽ അന്ന് മുതൽ താൻ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുകയും ഭാര്യയെ ഉപദ്രവിക്കുകയും ഒത്തിരി മോശമായ സ്ഥിതിയിൽ താൻ പോകാനായി തുടങ്ങി. എന്നാൽ തൻ്റെ വൈഫ് ഒരു ദിവസം ചർച്ചിൽ വന്നു. കർത്താവിനെ അറിയാനിടയായി. തൻ്റെ വൈഫിനും ചില സൗഖ്യങ്ങളുണ്ടായി. അതേ തുടർന്ന് തന്നെ എന്ന് നിർബന്ധിക്കുമായിരുന്നു. ആ നിർബന്ധത്തെ തുടർന്ന് പള്ളിയിൽ വന്നതാണ്, ചർച്ചിൽ വന്നതാണ്. മദ്യപാനമൊന്നും നിർത്തിയില്ല. പക്ഷെ പതിയെ പതിയെ തൻ്റെ ലൈഫ് മാറാനായി തുടങ്ങി. താൻ പോലും അറിയാതെ തൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി ഓരോ ദിവസം അനുഭവിക്കാനായി തുടങ്ങി. മദ്യപാന ശീലത്തിൽ നിന്ന് മാറി തൻ്റെ ലൈഫ് മുഴുവനും അന്നു മുതൽ കർത്താവ് മാറ്റുവാനിടയായി. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ. എല്ലാവിധമായ ദൈവിക സ്പർശനങ്ങളിലും അനുഭവങ്ങളിലും നിങ്ങളുടെ ലൈഫ് മുൻപോട്ട് പോകട്ടെ. നമുക്ക് ഈ സാക്ഷ്യത്തിലേക്ക് പോകാം. നമ്മളൊരു മനോഹരമായൊരു സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. ഈ സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരനാണ്. ഷിജു ആണ് കൊടപ്പനക്കുന്ന് നിന്ന്. ഷിജുവിൻ്റെ വൈഫ് നമ്മുടെ നന്ദുക്കോട് ഓഫീസിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുകയാണ്. രോഹിത് മകൻ +1 വിദ്യാർത്ഥിയാണ്. അക്ഷിത മകൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സഹോദരനെ കണ്ട ഇത്ര പ്രായമൊന്നും പറയത്തില്ല, പക്ഷേ എങ്കിലും +1 മോഹനോട്ടുണ്ട്. വേഗത്തിൽ വന്നാട്ടെ ഷിജു ബ്രദറിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് വലിയ സന്തോഷമാണ്. ഷിജുവിനെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു കർത്താവിന് വേണ്ടി ജീവിക്കാൻ മനസ്സുള്ളൊരു സഹോദരൻ അല്ലേ. ഏറ്റവും വലിയ കാര്യം 17 വർഷമായ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വന്നു. ഒന്ന് പറയാവോ ഷിജു, എത്ര വയസ്സുണ്ട് ഇപ്പോൾ? പറയാവോ? 41 വയസ്സുണ്ട്. ഈ 41 വയസ്സിന്റെ ഇടയിൽ എത്ര വയസ്സ് മുതൽ മദ്യപിക്കാൻ തുടങ്ങി? പറയാവോ? 20 വയസ്സ് മുതൽ മദ്യപിച്ചു തുടങ്ങി. എങ്ങനെയാണ് മദ്യപിക്കാനുള്ള പ്രധാന കാരണം? എന്തായിരുന്നു തുടക്കം? കള്ളുപിടിക്കാനുള്ള തുടക്കം എന്തായിരുന്നു? എൻ്റെ കള്ളുപിടിക്കാനുള്ള തുടക്കം ഞാൻ പറയാം. എൻ്റെ പർച്ചേസ് മാനേജേഴ്സ് എന്നോട് കൂടെ, അല്ലെങ്കിൽ കടയിൽ സാധനം എടുക്കാൻ പോകുന്ന ആളുകൾ നിങ്ങൾ ചെന്നൈയിലും മുംബൈയിലും പോയപ്പോൾ അവർ വൈകുന്നേരം ഇരുന്ന് കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു, ഒരു സ്മാൾ കഴിക്കുന്നു. അന്ന് എനിക്ക് 13 വയസ്സേ ഉള്ളൂ. അവർ ചെറുതായിട്ട് ആ നാറ്റത്തിൻ്റെ പ്രത്യേകത അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒഴിച്ചു തന്നു. ഞാൻ കുടിച്ചപ്പോൾ ആകെ തലകറങ്ങണ പോലെ തോന്നി, ഛർദ്ദിക്കാൻ വരുന്നത് തോന്നി, വയറ് കത്തി. പക്ഷെ കുടിച്ച് കഴിഞ്ഞപ്പോൾ അതിന് മേലൊരു ഇഷ്ടം തോന്നി. പിന്നെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവരിത് കുറേശ്ശെ തരുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ കുറേശ്ശെയാണ് ഞാൻ തുടങ്ങിയത്. ഷിജുവിന് കാരണം എന്തായിരുന്നു? ഷിജു എങ്ങനെ കള്ളടിച്ചു തുടങ്ങി? എൻ്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെ മാരേജ് ഫംഗ്ഷന് മാരേജിന് പോയതാണ്. തുടങ്ങിയത് അങ്ങനെയാണ് പറഞ്ഞു. എന്നിട്ട് എന്തായിരുന്നു പറഞ്ഞു ചെയ്തു? കണ്ടിന്യൂസ് എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനെ ഫോളോ ചെയ്തു. എല്ലാ ദിവസവും കുടിക്കുമായിരുന്നു. ഇപ്പോൾ 20 വയസ്സിലെ ഒരു പഠിക്കുമായിരുന്നോ അതോ പഠിത്തം നിർത്തിയോ? എങ്ങനെയായിരുന്നു? പഠിത്തം നിർത്തിയായിരുന്നു. എന്തുവരെ പഠിച്ചു ഷിജു? ഞാൻ IT ആണ്. IT ആയിരുന്നു. IT കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഇപ്പോൾ വാസ്തവത്തിൽ? നമ്മുടെ ചർച്ചിന്റെ AC കാര്യമെല്ലാം ചെയ്യുന്ന പുള്ളിയാണ്. പക്ഷെ ഞാനങ്ങ് ചോദിക്കുക, ആളുകൾക്കത് മനസ്സിലാവണ്ടേ. നമ്മുടെ വീട്ടിലെ ആളെ പോലെ എന്ത് കാര്യത്തിനും ഷിജുവിനെ വിളിച്ച മുമ്പിലുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. പറഞ്ഞാട്ടെ ഷിജു. ഞാൻ മദ്യത്തിന് അടിമയായെന്ന് വേണം, അതിന്റെ വാസ്തവമായിരുന്നു. ഓക്കെ, പറഞ്ഞാട്ടെ. അതിനെ ഞാൻ ഫോളോ ചെയ്തു. കണ്ടിന്യൂസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. രാത്രി 2 മണി വരെയൊക്കെ ഇരുന്ന് മദ്യപിക്കുമായിരുന്നു സ്ഥിരമായിട്ട്. അപ്പൊ വീട്ടിൽ സന്തോഷമായിരിക്കുമല്ലോ അതുകൊണ്ട്. ഷിജു, വീട്ടിലെ സ്ഥിതി എന്തായിരുന്നു? പറഞ്ഞാട്ടെ. വീട്ടില് എന്നെ സംബന്ധിച്ച് വലിയ ശല്യമായിരുന്നു. വഴക്കുണ്ടാക്കുമായിരുന്നു. ബാക്കി അടിപിടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഭാര്യയെ ഉപദ്രവിക്കുമായിരുന്നു. നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. ഇപ്പം ഞാനിന്ന് എന്നെ യൂട്യൂബിൽ കാണുന്ന, ഹാർവസ്റ്റിൽ കാണുന്ന കുടുംബങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് മദ്യപിക്കുകയും ദുശ്ശീലത്തിന് അടിമയാകുകയും നിങ്ങൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പറയാനുള്ളത്, രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. എന്നിട്ട് പറഞ്ഞ ഷിജു, എങ്ങനെയാ കർത്താവിനെ അറിയാനിടയായി? പറഞ്ഞാട്ടെ. എൻ്റെ വൈഫ് അശ്വതി
നമ്മുടെ ചർച്ചിൽ വരുമായിരുന്നു, അശ്വതി ചർച്ച വരുമായിരുന്നു. സ്ഥിരമായിട്ട് വരുമായിരുന്നു. പക്ഷെ ആ ടൈമല്ല ഞാൻ സെലിബ്രേഷനാണ്. ഓക്കെ. വൈഫും കൂടെ ഇല്ലാതെ വീട്ടിലില്ലാതപ്പോ അടിച്ചുപൊളി, കൂട്ടുകാരെല്ലാം വീട്ടിൽ വിളി. ഹാപ്പിയായിരുന്നു ഞാൻ. ഭാര്യ പള്ളി പോയത് നമ്മൾക്ക് അനുഗ്രഹമായിരിക്കും. അത് അടിപൊളിയായി കേട്ടോ പറച്ചില്. വീട്ടിൽ ഭാര്യ ഇല്ലെങ്കിൽ എന്താണ് സെലിബ്രേഷൻ ആയിരുന്നു. ഏമേൻ പറഞ്ഞിട്ട് അങ്ങനെ വൈഫ് ഈ ചർച്ചിൽ വന്ന് വൈഫിന്റെ മേലൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു, ഒരു മൊഴയുണ്ടായിരുന്നു. പീരിയഡ്സ് നോർമൽ അല്ലാത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചത് മാറി, മഴ മാറിപ്പോയി, പീരീഡ്സ് നോർമൽ ആയിരുന്നില്ല, സൗഖ്യമായി. നമുക്കിന്ന് നമ്മളെ കാണുന്ന ആരെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തിച്ചും ഭാരപ്പെട്ട് ഇരിക്കുന്നവരുണ്ടോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഷിജുവിന്റെ വൈഫ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അവർ നമ്മുടെ നന്ദൻകോട് ഓഫീസിലൊന്നുണ്ട്. അവർക്കൊരു വയറ്റൊരു മുഴയുണ്ടായിരുന്നു, മറ്റ് തന്റെ ചക്രമണങ്ങൾ പ്രയാസമായിരുന്നു. എന്നാൽ യേശു കർത്താവ് ആ മുഴയെ മാറ്റി എന്നാ പറയുന്ന ഒരു കൈയടി കൊടുക്കാം. ആമേൻ. നമ്മൾ പാടിയ പോലെ, ഏകനായി വീര്യം പ്രവർത്തിക്കും ദൈവമേ, ഏകനായി വീര്യം പ്രവർത്തിക്കും ദൈവമേ. നമ്മുടെ ദൈവത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അവൻ ആരാണ്? ഏകനായി വീര്യം പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് ആ മുഴകളുള്ള ആരെങ്കിലും എന്നെ കാണുന്നുവെങ്കിൽ വിശ്വാസത്തോടെ ഷിജുവിന്റെ വൈഫിനെ സൗഖ്യമാക്കിയ അതേ കർത്താവ് ഇന്ന് പകലും പ്രവർത്തിക്കുന്നു. സോളി എന്ന് പ്രാർത്ഥിച്ച് ആരോഗ്യം നമ്മളെ കാണുന്നവരുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോൺ ചെയ്യാം, ഇപ്പോൾ വാട്സപ്പ് കോളുകളിൽ വിളിക്കാം. നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ റെഡിയാണ്. യേശു ചിലത് ചെയ്യുന്നു, യേശു ചിലത് ചെയ്യുന്നു. റെഡി റെഡി. റിസീവ് യുവർ മിറക്കിൾ നൗ, റിസീവ് യുവർ മിറക്കിൾ നൗ. പ്രാർത്ഥിച്ചതോടെ ഞങ്ങളിൽ കാണുന്ന ഓരോ വ്യക്തികളുടെ മേലും ആ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. വയറ്റിൽ മുഴകളാൽ പ്രയാസപ്പെടുന്നവർ, കർത്താവേ പീരീഡ്സ് റെഗുലർ അല്ലാത്തവർ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ സൗഖ്യം അനുഭവിക്കട്ടെ അപ്പാ. ഈ സിസ്റ്റർ ലഭിച്ച സൗഖ്യം പോലെ തന്നെ ഇവരുടെ ജീവിതത്തിലും അത് വെളിപ്പെടട്ടെ അപ്പാ. യേശുവിന്റെ നാമത്തിൽ അത് ഉളവാക്കട്ടെ അപ്പാ. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യം ഉണ്ടാകട്ടെ അപ്പാ. അവിടുന്ന് ചെയ്തിരിക്കാൻ നന്ദി അപ്പാ. താങ്ക് യു ജീസസ്. ആമേൻ. ഇദ്ദേഹത്തിനോട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ന്യായമുള്ളത്, നീതിയുള്ളത്. ഷിജുവിന്റെ വൈഫ് മീറ്റിങ്ങിന് പോയത് ഇദ്ദേഹത്തിന് അടിച്ചു പൊളിക്കാനുള്ള സാഹചര്യമായി. പറഞ്ഞില്ലേ, സെലിബ്രേറ്റ് ചെയ്യായിരുന്നു എന്നാ പറഞ്ഞ. ആമേൻ. പക്ഷേ നമ്മുടെ കർത്താവിന്റെ വഴിയുള്ള എന്താണ്? അവൻ എല്ലാവനും എന്റെ വഴികളെല്ലാം എന്താണ്? അത്യുത്തമമാണ്. അവന്റെ വഴികളെല്ലാം നീതിയുള്ളതാണ്, അല്ലെങ്കിൽ ന്യായമുള്ളതാണ്. ആമേൻ. പറഞ്ഞാട്ടെ ഷിജു. ആമേൻ. കുറച്ചും കൂടെ മൈക്ക് ചേർത്ത് വെച്ചു. ചർച്ചിൽ വന്ന് കണ്ടിന്യൂസ് വന്നിരുന്ന സമയത്ത് എന്നെ വിളിച്ചു. ഒരു ദിവസം ഒരു സൺഡേ എന്റെ ചർച്ചിൽ ഞാൻ പോകുന്ന ചർച്ചിൽ വരണം. അത് കേട്ട് കുറച്ച് ആഴ്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കിത് സത്യത്തിൽ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഒരു ദിവസം വരും, അതിന് ശേഷം എന്നെ വിളിക്കരുത്. അങ്ങനെ ഞാൻ അതും കഴിഞ്ഞ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് പോകും. ഒരു സൺഡേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ അതും കഴിഞ്ഞ ഒരു 2 ആഴ്ച എന്തോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ദിവസം ചർച്ചിൽ വന്നു. ബ്രദറിനെ നേരിട്ട് കണ്ടു. ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു, മദ്യപാനത്തിൻ്റെ കുറച്ചൊക്കെ ഉപദേശങ്ങളൊക്കെ തന്നു. അതിൻ്റെ മാറ്റാനുള്ള ഉപദേശങ്ങൾ ദൈവവചനമൊക്കെ പറഞ്ഞു. എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മതാടാ എന്ന് ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു. അതിനുശേഷവും ഞാൻ ചർച്ചിൽ വരുമായിരുന്നു, എങ്കിലും ഞാൻ ഇതിനെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ കള്ളു കുടിക്കുമായിരുന്നു. പക്ഷെ കള്ളു കുടിച്ചിട്ടും പള്ളി വരുമായിരുന്നു. പക്ഷെ ഞായറാഴ്ച സെലിബ്രേറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തി. ഞായറാഴ്ച കള്ളു കുടിക്കുന്ന പരിപാടി, കള്ളു കുടിച്ചാലും കുഴപ്പമില്ല, പള്ളി വരുമായിരുന്നു. അങ്ങനെ വരുമായിരുന്നു. അപ്പൊ സെന്റ് ജോസഫിലാണ് ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത്. പക്ഷെ അവിടുത്തെ ബ്രദറിന്റെ ദൈവശബ്ദമല്ല എനിക്ക് നമ്മുടെ ഒരു വാക്കി ടോക്കിയോ അല്ലെങ്കിൽ ഒരു വയർലെസ് സെറ്റിലൂടെ പറയുന്ന പോലെ ഒന്നും മനസ്സിലാകത്തില്ല. സെന്റ് ജോസഫിലെ മീറ്റിംഗ് ഇന്നും ഓർമ്മയാ. പുറകെ ഇരിക്കുന്ന ആൾക്കും പ്രസംഗിക്കുന്ന എനിക്കും മനസ്സിലാവില്ല, കേൾക്കുന്ന ആള് എന്നാലും ആളുകൾ വരുമായിരുന്നു. അത് തമ്പുരാന്റെ കൃപയായിരുന്നു. വാക്കി ടോപ്പി കേൾക്കണ പോലെയായിരുന്നു. വയർലെസ് മോഡൽ. അതിനുശേഷം 2-3 ആഴ്ചകൾ ശേഷം ദൈവവചനം എനിക്ക് സ്ട്രൈക്കായി തുടങ്ങി. എന്ന് പറഞ്ഞ ഈ വാക്കി ടോക്കി കേൾക്കുന്നത് പോലെയായിരുന്നു സെന്റ് ജോസഫ് കോളി കേൾക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നിട്ടും ദൈവവചനം ക്രിയ ചെയ്യാൻ തുടങ്ങി. ആമേൻ. വാക്കി ടോക്കി കേട്ടാലും ദൈവവചനം പ്രവർത്തിക്കുകയെന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. പറഞ്ഞേട്ടോ ബ്രദറെ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വന്നു തുടങ്ങി. എൻ്റെ മദ്യപാനം ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്ന അവസ്ഥയിൽ സഡനായിട്ട് മദ്യപാനം നിന്നു. കള്ളു കുടിക്കുന്ന സ്വഭാവം ഒരു ഗ്ലാസ് വീണ് പൊട്ടുന്ന പോലെ തീർന്നു, ഒറ്റ ദിവസം കൂടെ തീർന്നു. പക്ഷെ എൻ്റെ മദ്യപാനം നിർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ന്യൂ ഇയറിന്
വിചാരിക്കും ഇന്ന് നിർത്താം, അതൊരൊറ്റ എല്ലാ കള്ളുകുടിയന്മാരെ ഞാനും അങ്ങനെയായിരുന്നു. ന്യൂ ഇയറിന് നിർത്തും, പിന്നെ 1-ാം തീയതി നിർത്തും, ആഴ്ചയുടെ ആരംഭ ദിവസം നിർത്തും, അവസാന ദിവസം നിർത്തും, ഇടയിൽ ദിവസങ്ങളെല്ലാം എല്ലാ ദിവസവും നിർത്തുന്ന ദിവസം. പക്ഷേ അന്ന് നമ്മൾ വിചാരിക്കും എന്തായാലും ഞായറാഴ്ച കുടിച്ചു, ഇനി തിങ്കളാഴ്ച മുതൽ കുടിക്കത്തില്ല. തിങ്കളാഴ്ച കുടിച്ചിട്ട് പറയും എന്തായാലും ഈ തിങ്കളാഴ്ച ഈ ആഴ്ച മുഴുവൻ കുടിച്ചേക്കാം, ഇനി ഞായറാഴ്ച നിർത്താൻ വിചാരിക്കും. അപ്പോൾ തോന്നും ഈ ഞായറാഴ്ചയും കൂടെ ആയിട്ട് നിർത്താന്ന് പറയും. പിന്നെ തോന്നും 31-ാം തീയതി ആവട്ടെ, 31-ാം തീയതി നിർത്താം. ഇങ്ങനെ 31-ാം തീയതി കഴിയുമ്പോൾ പറയും എന്തായാലും 31-ാം തീയതി കുടിച്ചു, ഈ 1-ാം തീയതി കൂടെ കുടിച്ചിട്ട് നിർത്താന്ന്. ഒരു ഭയങ്കര മനോഹരമായ ഒരു പരിപാടിയാണ് പിശാചി. നാളെ എന്നുള്ള പ്രത്യാശ തന്നോണ്ടേയിരിക്കും പുള്ളികളോ. പറഞ്ഞാട്ട് ബ്രദറെ, ഞാൻ നിർത്തുന്നതിന് ഒരു ദിവസത്തെ ആയുസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ സെക്കൻഡ് ദൈവം കൃപയാൽ നിർത്തി. 1-ാം തീയതി അവധി ദിവസങ്ങളിലൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ പോകും, ഓക്കെ, മദ്യപാനായിട്ടും മദ്യപിക്കാനായിട്ടും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ദൈവം എൻ്റെ മദ്യപാനത്തെ നിർത്തി. 2019 അവസാനം നമ്മുടെ പുത്തരിക്കണ്ട മീറ്റിങ്ങിൽ ഒരു വലിയ പെട്ടകത്തിനകത്ത് കയറാൻ എനിക്ക് സാധിച്ചു. അത് മീറ്റിംഗ് അല്ലായിരുന്നു, അതൊരു പെട്ടകത്തിന്റെ പണിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അവിടെ തുടങ്ങിയ ഒരു മഹാമാരിക്ക് നടുവിൽ കൂടെ എനിക്കൊരു ജയത്തിന്റെ അവസ്ഥയിലേക്ക്, ഒരു അരികിലേക്ക് വന്നു ചേരാൻ. ബ്രദറിന്റെ മീറ്റിംഗ് എല്ലാം ജയമാണ്. മീറ്റിംഗിന്റെ ജയത്തിന്റെ അരികിലേക്ക് എനിക്ക് വന്നു ചേരുമ്പോൾ വളരെ എൻജോയ്മെന്റ് ആണ് ലൈഫ്. ദൈവം തന്ന കൃപയെല്ലാം കൊണ്ട്. ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ ജസ്റ്റിന്, ഇപ്പൊ നേരത്തെ കള്ളു കുടിക്കുന്നത് സെലിബ്രേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോ ഒരു ജീവിതം എൻജോയ്മെന്റ് ആയി. ഒന്ന് കൈയടി കർത്താവിന് കൊടുത്തേ. നിങ്ങളെ കാണുന്ന ആരെങ്കിലും ജീവിതത്തെ എൻജോയ് ചെയ്യണം, നമുക്കൊന്ന് എഴുന്നേറ്റ് കൈയടിച്ചൊന്ന് പാടിയാലോ? ജീവിതത്തെ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഷിജുവിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, കള്ളു കുടിച്ച് എൻജോയ്മെന്റ്, കള്ളു കുടിച്ച് തല കറങ്ങി കഴിയുമ്പോൾ തീരും. അത് അരമണിക്കൂറോ 1 മണിക്കൂറോ ബോധം വരുന്നവരേ ഉള്ളൂ. പക്ഷെ ജീവിതത്തിന്റെ എൻജോയ്മെന്റ് അറിയണമെങ്കിൽ അത് യേശു തരുന്ന സന്തോഷമാണ്, യേശു പകരുന്ന സന്തോഷമാണ്. കൈയടിച്ചു നേമീൻ പറഞ്ഞേ. ഷിജു ഇപ്പോ ജീവിതത്തെ എൻജോയ് ചെയ്യാണ്, കർത്താവിലുള്ള സന്തോഷമാണ്. അതൊരു വലിയ കാര്യമാണ്. പറഞ്ഞോട്ടെ ഷിജു, ഇനി എന്തെങ്കിലും ഷിജുവിന് പറയാനുണ്ടോ? നിർബന്ധവശമാണ്, നിർബന്ധത്താലാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു സൗഖ്യം കൂടെ എഴുതിയിരിക്കുക, തനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. പറയാവോ ബ്രദർ? എന്തായിരുന്നു? വളരെ ബുദ്ധിമുട്ടായിരുന്നു. യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും. യൂറിൻ പോകുമ്പോ ബ്ലഡ് പോവായിരുന്നു. ഓക്കെ, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതും ഞാൻ ബ്രദറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് വളരെ സൗഖ്യം കിട്ടി. കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ച്. ഇത് ഷിജുവിന്റെ സാക്ഷ്യമാണ്. എന്റെ വൈഫിന് വയറ്റിൽ തടിപ്പുണ്ടായിരുന്നു, പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു, സൗഖ്യം കിട്ടി. തനിക്ക് 17 വർഷത്തെ മദ്യപാനത്തിൽ നിന്ന് യേശു സൗഖ്യം നൽകി. തനിക്ക് സ്റ്റോൺ ഉണ്ടായിരുന്നു, കർത്താവ് സൗഖ്യം നൽകി. ഈ ദൈവം അത്ഭുതം ചെയ്യുവാണ്. ഒരുമിച്ച് കർത്താവേ ഷിജുവിനോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ 17 വർഷത്തെ മദ്യപാന ശീലം വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യമാണ് ഞങ്ങൾ കേട്ടത്. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഹസ്ബൻഡിനെ കൂടെ തുടരണമേ, അപ്പ എന്റെ മക്കളെ കൂടെ തുടരണമേ എന്ന് ചില അമ്മമാര് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അത്ഭുത സാന്നിധ്യം ആ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ, ആ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. ആ ദുശ്ശീലങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. അത് അവരെ വിട്ട് പുറത്തു പോകട്ടെ. In the name of Jesus, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിപൂർണ്ണ മാറ്റം ഈ പകൽ വ്യക്തികൾക്ക് ഉണ്ടാകട്ടെ. അപ്പ രൂപാന്തരം കൊടുക്കുന്ന അങ്ങാണല്ലോ, അങ്ങയുടെ സ്പർശനമാണ് വ്യക്തികളെ മാറ്റുന്നത്. ഇന്ന കരസ്പർശം യേശുവിന്റെ അത്ഭുത നാമത്താൽ ഇന്ന് ചിലർ അനുഭവിക്കട്ടെ. ഹാർവസ്റ്റിലൂടെ ഞങ്ങളെ കാണുന്നത്, യൂട്യൂബിലൂടെ ഞങ്ങളെ കാണുന്നത്, ഫേസ്ബുക്കിലൂടെ ഞങ്ങൾ വാച്ച് ചെയ്യുന്നവർ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദുശ്ശീലങ്ങൾ നിൽക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പരിപൂർണ്ണ വിടുതൽ ഈ ദിവസം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോ ഞങ്ങളുടെ അത്ഭുത സാന്നിധ്യം വ്യാപരിക്കട്ടെ. മദ്യപാനം മാറിപ്പോകട്ടെ, ദുശ്ശീലങ്ങൾ മാറിപ്പോകട്ടെ, അഡിക്ഷനുകൾ മാറിപ്പോകട്ടെ, ദൈവശക്തി ചലിക്കട്ടെ. രക്ഷിക്കുന്ന ഒരു ദൈവം അല്ലെ, കരുതുന്ന ഒരു ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, തന്റെ മക്കളെ അടുക്കൽ വരുന്ന ആരെയും നിരാശപ്പെടുത്താത്ത ഒരു ദൈവം. ഈ ബ്രദർ പറയുന്നത് താൻ പോലും അറിയാതെ തൻ്റെ ദുശ്ശീലത്തിൽ നിന്നും കർത്താവ് തന്നെ മാറ്റിയെന്നാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അടിമപ്പെടുത്തിയ ചില
കാര്യങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമില്ലെങ്കിലും, അല്ല നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെങ്കിലും, ദൈവത്തിൻ്റെ അടുക്കലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഒരു ദുഷ്ടനും നിങ്ങളെ അപഹരിക്കാൻ കഴിയത്തില്ല. ഒരു ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്കും നിങ്ങളിൽ സ്വാധീനം കൊണ്ടുവരാൻ കഴിയത്തില്ല. അവൻ നിങ്ങളെ നിശ്ചയമായും അതിൽ നിന്ന് വിടുവിക്കും. അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് പുനലൂരിൽ നിന്നും ഗ്രീഷ്മ എന്ന ഒരു സിസ്റ്ററിൻ്റെ സാക്ഷ്യമാണ്. ഇതും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. തൻ്റെ ലൈഫിൽ എല്ലാവരും ഭയത്തോടെ ആയിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവ് തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ്. സിസ്റ്റർ പറയുന്നത്, പെട്ടെന്നൊരു ദിവസം താൻ ബോധമില്ലാതെ അല്ലെങ്കിൽ സുബോധമില്ലാതെ സംസാരിക്കാനായി തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മനസ്സിലായി തനിക്ക് ന്യൂമോണിയ ആണ്, ശരീരത്തിൽ ഇൻഫെക്ഷനായി എന്ന് മനസ്സിലായി. വയറ്റിലും ലങ്സിലും ഒക്കെ ഇൻഫെക്ഷനായി. എന്നാൽ താൻ അതോടൊപ്പം തന്നെ നേരത്തെ പ്രോട്ടീൻ ലീക്കേജ് ഉള്ള, കിഡ്നിക്ക് പ്രയാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ തൻ്റെ സ്ഥിതി ഒത്തിരി വഷളാകാനായി തുടങ്ങി. തൻ്റെ ശരീരം മെഡിസിനോട് പ്രതികരിക്കുന്നില്ല. ICUലായി, വെന്റിലേറ്ററിലേക്ക് മാറ്റി. അതിനുശേഷം മനസ്സിലായത് കുടലിൽ ഒരു പൊട്ടലുണ്ട്, മോഷൻ പല ഭാഗത്തും കളർന്നു എന്ന് മനസ്സിലായി. പല സീരിയസ് കാര്യങ്ങളും ഡോക്ടേഴ്സ് കണ്ടുപിടിക്കാനായി തുടങ്ങി. എന്നാൽ സ്ഥിരമായി ജീസസ് ടൈമിലും മിറക്കിൾസ് ആർ നോർമലിലും ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് പറയാൻ കഴിയുന്നത്, അതിൽ പങ്കെടുത്തിരുന്ന അല്ലെങ്കിൽ ആ സമയം അതിൽ ജോയിൻ്റ് ആയിരുന്ന ഓരോ വ്യക്തികൾക്കും ഒരു പക്ഷേ ഈ കാര്യം ഓർമ്മയുണ്ടാകാം. എന്നാൽ പതിയെ പതിയെ തൻ്റെ ലൈഫിൽ ദൈവത്തിൻ്റെ സൗഖ്യം ചലിക്കാനായി തുടങ്ങി. പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ കുടലിൽ പൊട്ടലില്ല. അതോടൊപ്പം തന്നെ തൻ്റെ ശരീരം മെഡിസിനോട് പ്രതികരിക്കാനായി തുടങ്ങി. നാളുകൾക്ക് ശേഷം തൻ്റെ ശരീരം മടങ്ങി വന്നു, ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. നീരുണ്ടായിരുന്നു, സർജറി വേണമെന്ന് പറഞ്ഞു. പല കാര്യങ്ങളും പറഞ്ഞിടത്തു നിന്നും കർത്താവ് വലിയൊരു അത്ഭുതത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ആരോഗ്യത്തോടെ കർത്താവിന് മുൻപിലായിരിക്കുവാൻ തക്കോണം കർത്താവിടെ അക്കിയതോർത്ത് നന്ദി പറയുന്നു. ആ കുടുംബത്തിന്മേൽ എൻ്റെ ദൈവം ചെയ്ത വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ഓപ്പറേഷൻ ചെയ്താൽ ഈ ആളുടെ ലങ്സ് കംപ്ലൈന്റ് ആണ്, വെന്റിലേറ്ററിലാണ്. അവിടുന്ന് സ്ഥിതി സ്കാൻ ചെയ്യാൻ പോലും കൊണ്ടുപോകത്തില്ല. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അല്ലേ? ലങ്സിന്റെ അവിടുന്ന് ട്യൂബ് ഇട്ടിട്ട് പഴുപ്പെടുത്തോണ്ടിരുന്നത്. എഴുന്നേറ്റ് നടക്കാനൊന്നും നോക്കാത്തൊരു സ്ഥിതിയിൽ ഞങ്ങൾ എടുത്തോണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നത്. പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ചേച്ചി ഇവിടെ. ഒരു സാക്ഷ്യം കൂടെ നമുക്ക് കേൾക്കാനുണ്ട്. ഗ്രേഷ്മയാണ് പുനലൂരിൽ നിന്ന്. ഇത് എക്സൈറ്റിംഗ് സാക്ഷ്യമാണ്. ഗ്രേഷ്മ മുന്നോട്ട് വരാവോ? ഇതൊരു വലിയ സാക്ഷ്യമാണ്. സോളി, വളരെ വർഷങ്ങളായി നിന്റെ കൂടെ നിൽക്കുന്ന വൈശാഖ് എന്ന് പറയുന്ന എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സഹോദരന്റെ പെങ്ങളാണ്. അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചിരുന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നു. വളരെ സീരിയസ് ആയിരുന്നു, ക്രിട്ടിക്കലായി പോയൊരു സാഹചര്യം. എന്നാൽ ഇന്ന് ആരോഗ്യത്തോടെ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. മെയ് 9 വയറുവേദനയെ തുടർന്ന് വളരെ പ്രയാസത്തിലായി. 10 തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു, മരുന്ന് കഴിച്ചു. അതിനോടൊപ്പം അതിനോടൊപ്പം നമ്മുടെ വൈശാഖ് ബ്രദറുമായിട്ട് തിരുവനന്തപുരത്ത് വന്നു. 12 രാത്രി ശരീരം വല്ലാതെയായി, ബോധമില്ലാതെ സംസാരിക്കാൻ തുടങ്ങി. തുടർന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി. അരമണിക്കൂറിനുള്ളിൽ ICU യൂണിറ്റിൽ കയറി. ഡോക്ടേഴ്സ് ന്യൂമോണിയ ആണെന്നും ഇൻഫെക്ഷൻ ശരീരം മുഴുവൻ ബാധിച്ചു എന്നും പറഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. എൻ്റെ ദൈവം, ഇവൻ ആദ്യമായിട്ടാണ് ഈ സ്റ്റേജിൽ വന്ന് സാക്ഷി പറയുന്നത്. അടിപൊളിയായി പോലെടാ. ഇങ്ങനെയായെങ്കിലും ഓരോരുത്തരൊക്കെ സ്റ്റേജിൽ കയറുന്നത് വിധം നോക്കുക, കണ്ടോ? അവൻ ലക്ഷ്മി ഇവനൊക്കെ പുറകെ വന്നയാള്. പക്ഷെ ലക്ഷ്മി ഇപ്പൊ നമ്മുടെ കൂടെ വർഷിപ്പ് ചെയ്യാനും ശുശ്രൂഷിക്കാനൊക്കെ കയറി. സത്യത്തിൽ വൈശാഖ് ബ്രദർ ചർച്ചിന്റെ ഒരു നല്ല നെടുന്തൂണ് പോലുള്ള സഹോദരനാണ്. അവന് സ്റ്റേജിലില്ലെങ്കിലും ഈ സ്റ്റേജ് നടക്കുന്നത് അവര് കാരണമാണ്. അതൊരു സന്തോഷമാണ്. വൈശാഖിനെ മുമ്പിൽ നിർത്തി പറയാൻ എനിക്ക് സന്തോഷമുള്ള കാര്യം, എനിക്ക് എൻ്റെ മോനെ പോലെ ഇഷ്ടമാണ്. ഒത്തിരി നല്ല സ്വഭാവമുള്ള സഹോദരൻ. അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ICU യൂണിറ്റിൽ അന്ന് കയറി എന്ന് പറയാമോ വൈശാഖൻ? പുനലൂരായിരുന്നു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. ഓക്കെ. അതിനുശേഷം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി കാണിച്ചു. ഓക്കെ. അപ്പൊ ന്യൂമോണിയ ആണെന്നും ശരീരത്തിൽ മുഴുവൻ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കേട്ടു. തലച്ചോറിലും വയറിലും എല്ലായിടത്തും ബാധിച്ചിരുന്നു. ഓക്കെ. അപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. അങ്ങനെ അന്ന് താനൊരു നെഫ്രോ പേഷ്യന്റ് ആയിരുന്നത് കൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരുന്നു.
അതിനാൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായി. കാരണം തനിക്കൊരു യൂറിനിലൂടെ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടായിരുന്ന ആളാണ്. എന്നാൽ അതുകൊണ്ട് നെഫ്രോസിസ്റ്റമുള്ള ആളുകൾക്ക് ഇങ്ങനൊരു സാഹചര്യം വന്നാൽ വളരെ ക്രിട്ടിക്കലാകും. അതിനേക്കാൾ അടുത്തൊരു കാര്യം പറയുന്നത് ലങ്സിലും വയറ്റിലും പഴുപ്പ് കെട്ടാൻ. അങ്ങനെ പറയാമോ വൈശാഖ? ലെൻസിലും വയറിലും ഒക്കെ പഴുപ്പ് കൂടുകയും അത് കൂടാതെ കുടലിൽ ഒരു പൊട്ടൽ ഉണ്ടാവുകയും മുറിവുണ്ടാവുകയും ഭയങ്കര പ്രശ്നമായി, മോശം വയറ്റിൽ പോകാൻ തുടങ്ങി. അതെ, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അങ്ങനെയാണ് വെന്റിലേറ്ററിലോട്ട് മാറ്റിയത്. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞത് പ്രാർത്ഥിക്കുക, അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ആളെ തിരിച്ചു കിട്ടില്ല എന്ന രീതിയിൽ തന്നെ പറഞ്ഞു ഡോക്ടേഴ്സ്. അതെ അതെ അതെ. അങ്ങനെ വെന്റിലേറ്ററിൽ തന്നെ 12 ദിവസം പറഞ്ഞാൽ ലങ്സിലും ഇൻഫെക്ഷൻ ആയി പോയി. ആ മോളിലെ ഫോട്ടോയാ കാണിക്കുന്നത് അല്ലേ? അതിനകത്ത് ഫോട്ടോയാണ്. ഓക്കെ, ലങ്സിൽ ഇൻഫെക്ഷൻ ആയി പോയി. അതോടൊപ്പം തന്നെ വയറ്റിൽ പഴുത്തുപോയി. അതോടൊപ്പം തന്നെ കുടല് പൊട്ടിയിട്ട് മോഷൻ വയറ്റിലേക്ക് പോകാൻ തുടങ്ങി. മോശം പോകുന്നത് ആ കുടല് പൊട്ടിയിരിക്കുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നോട് പറഞ്ഞെന്ന് ഓർമ്മിക്കുന്നുണ്ട് ഞാൻ. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയല്ലേ പറഞ്ഞു? ഓപ്പറേഷൻ ചെയ്താൽ ഈ ആളുടെ ലങ്സ് കംപ്ലൈന്റ് ആണ്, വെന്റിലേറ്ററിലാണ്. അവിടുന്ന് സ്ഥിതി സ്കാൻ ചെയ്യാൻ പോലും കൊണ്ടുപോകത്തില്ല. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അല്ലേ? അതെ അതെ. വയറിന്റെ അവിടെ നിന്നും ലങ്സിന്റെ അവിടെ നിന്നും ട്യൂബ് ഇട്ടിട്ട് ആണ് പഴുപ്പെടുത്തോണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമല്ലേ? പറഞ്ഞേട്ടോ മോനെ, ലങ്സിനെയും വയറ്റിലും ട്യൂബ് ഇട്ടിട്ടാണ്. ശരീരം മരുന്നുകളോടും പ്രതികരിക്കുന്നില്ലായിരുന്നു. എല്ലാ ദിവസവും മിറക്കിൾ സാർ നോർമലിലും ജീസസ് ടൈമിലും എല്ലാം നമ്മൾ ആ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ചേച്ചി ഇവിടെ. കൈയടിച്ച് നമുക്ക് എഴുന്നേറ്റ് വന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇത് കർത്താവിന്റെ കരുതലാണ്, ഇത് കർത്താവിന്റെ ദയയാണ്. തുടർന്നുള്ള സ്കാനിങ്ങിൽ കുടല് പൊട്ടിയതായിട്ട് കണ്ടു, മോഷൻ വയറ്റിൽ മിക്സ് ആകുന്നത് കണ്ടു. അടിയന്തരമായി സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് സർജറിയും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. തിരിച്ചു കിട്ടുക എന്ന പ്രയാസമായിരുന്ന സാഹചര്യത്തിലാണ് കുടുംബമായിരുന്നത്. ഒരു വലിയ കാര്യമാണ്. സോളി, നമ്മളെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. രേഷ്മ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കൊച്ചാണ്. എന്നാൽ സാഹചര്യങ്ങൾ അവൾ ഒത്തിരി പ്രയാസത്തിലേക്ക് 12 ദിവസം വെന്റിലേറ്ററിലായി. എല്ലാ ദിവസവും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു, ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. വൈശാഖ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാ, രേഷ്മയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാ. എന്നാൽ ശരീരത്തിന്റെ പഴുപ്പ് ഫുൾ റിമൂവ് ചെയ്തിട്ട് കുടലിൽ സർജറി ചെയ്യാനാണ് തീരുമാനിച്ചു. പറയാമോ മോനെ? അങ്ങനെ സർജറി ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അത്ഭുതകരമായിട്ട് അടുത്ത സ്കാനിങ്ങിൽ ആ കുടലിലെ ഒരു പൊട്ടലില്ലെന്ന്. അത് ഞാൻ അറിഞ്ഞില്ലടാ. കുടല് പൊട്ടിയിട്ട് മോശം അതിനകത്ത് പോയിക്കൊണ്ടിരുന്നല്ലേ? സർജറി ചെയ്തില്ല, അല്ലാതെ തന്നെ കുടൽ പൊട്ടിയോ? അത് ആദ്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. അത് ശരി. അപ്പൊ വയറ്റ് സർജറി ചെയ്തില്ല? അതൊരു ഭയങ്കര കാര്യമായി സോളി. അതൊരു സൂപ്പർ നാച്ചുറൽ കാര്യം അല്ലേ? എന്ന് പറഞ്ഞാൽ കുടല് പൊട്ടിയിട്ട് മോഷൻ വയറ്റിൽ പോയിക്കൊണ്ടിരുന്നത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അത് ഓപ്പറേഷൻ ചെയ്യാതെ കുടല് വീണ്ടും നോർമലായി. ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞു. നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഓ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. യേശുവേ നിൻ ഒത്തിരി കാര്യമാണ്. രേഷ്മ ഹോസ്പിറ്റലായിരുന്ന സമയം ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. കോവിഡ് ഏറ്റവും കൂടി നിൽക്കുന്ന സമയമാണ്. പക്ഷെ അതിലൊന്നും ആ സമയത്തൊക്കെ കർത്താവിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വൈശാഖ് മാത്രമാണ് ആ വീട്ടിലുള്ളത്. ശരിക്കും കർത്താവിന്റെ വലിയ കരുതൽ ആ വീട്ടിലുണ്ടായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. 1 മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു. 21 ദിവസത്തോളം വെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു. റിക്കവർ ആകാൻ കർത്താവ് തുടങ്ങി. അത് മാത്രമല്ല, ഒരു മാസം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പറയാമോ വൈശാഖ? എഴുന്നേറ്റ് നടക്കാനൊന്നും നോക്കാത്തൊരു സ്ഥിതിയില്ല. ഞങ്ങൾ എടുത്തോണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നത്. ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യത്തില്ലായിരുന്നു. അമ്മയും ലക്ഷ്മി എല്ലാവരുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥനയുടെ ഫലമായിട്ട്
നടക്കാനും എല്ലാ കാര്യങ്ങളും ഇപ്പൊ സ്വന്തമായിട്ട് തന്നെ ചെയ്യും. ഹല്ലേലൂയ. എല്ലാ കരവും ഉയർത്തി രേഷ്മയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച്. കർത്താവേ, ഞങ്ങൾ രേഷ്മയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, നിന്റെ മകൾക്ക് കൊടുത്ത സൗഖ്യത്വം അത് എത്ര വലുതാ അപ്പാ. മരിച്ചു പോകും, തിരിച്ചു കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് നിന്റെ മകളെ നീ തിരിച്ചു കൊടുത്ത് ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുക. കൊടല് പൊട്ടി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നീട് പരിശോധിക്കുമ്പോൾ ഓപ്പറേഷൻ വേണ്ട, ആ പൊട്ടൽ കാണാനില്ല. യേശുവേ, ഇത് നിന്റെ ദയ മാത്രമാണ്. നിന്റെ ദയ ഒന്നു മാത്രമാണ് യേശുവേ, ഇത് നിന്റെ ദയ ഒന്നു മാത്രമാണ്. അപ്പാ, നിന്റെ കരുതലാണപ്പാ ഇത്. താങ്ക് യു വെരി മച്ച്. ഹല്ലേലൂയ. 21 ദിവസത്തോളം വെള്ളം പോലും കുടിക്കാതെ ICUവില് ജീവനോ മരണമോ എന്ന് പറയുന്ന സ്ഥിതിയിലായിരുന്നിടത്തു നിന്നും കർത്താവ് ആരോഗ്യത്തോടെ മടക്കി കൊണ്ടുവന്നോർത്ത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ഹല്ലേലൂയ. ആ കുടുംബം എത്രത്തോളം ദൈവത്തോടുള്ള ബന്ധത്തിൽ സന്തോഷിക്കുന്നു. നിങ്ങളെ കാണുന്ന ആരെങ്കിലും ഇതേ പ്രയാസത്തിൽ അല്ലെങ്കിൽ ഇതേ വേദനയിൽ അല്ല, ഇതുപോലെയല്ല, കുഞ്ഞു പ്രശ്നങ്ങളാണെങ്കിലും മനസ്സിനെ അലട്ടുന്നു എന്ന് പറയുന്ന രീതിയിലായിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്ത എത്ര വലുതാണ്. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് പാതി വഴിയിൽ ഉപേക്ഷിക്കുവാനല്ല, തോളിൽ വഹിച്ച് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എന്നെ കാണുന്ന ആരെങ്കിലും പ്രയാസത്തോടായിരിക്കുന്നു, വേദനയോടായിരിക്കുന്നു, കണ്ണുകളെ അടച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങ് എത്ര വിശ്വസ്തനാണപ്പാ. അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എത്ര അത്ഭുതകരമാണ് കർത്താവേ. ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരായിരിക്കുന്ന വേദനയിലും നിരാശയുടെ അനുഭവങ്ങളിലും എൻ്റെ അപ്പാ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കുടുംബങ്ങൾ അനുഭവിക്കണമപ്പാ. ഇവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അത് അനുഭവിക്കട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ സൗഖ്യം അനുഭവിക്കട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതം അനുഭവിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പാ, നിന്റെ നിറവിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. തകർന്നു പോയെടുത്ത്, തളർന്നു പോയെടുത്ത് ബലമുള്ള ഉറപ്പുള്ള കരത്തോടെ ഇവർ എഴുന്നേൽക്കട്ടെ അപ്പാ. യേശുവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അയ്യോ, നിൽക്കുവാൻ ബലമില്ല, മുൻപോട്ട് ജീവിക്കുവാൻ ബലമില്ല എന്ന് പറയുന്നിടത്ത് കർത്താവേ, താങ്ങുന്ന കരങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. ഈ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനസ്സുകൊണ്ട് തകർന്നു പോയവർ, ശരീരം കൊണ്ട് തകർന്നു പോയവർ, അപ്പാ, നിന്റെ പ്രവൃത്തിയെ അയക്കണമേ അപ്പാ. അപ്പാ, അവിടുത്തെ കരുണയെ അയക്കണമേ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരെല്ലാവരും കർത്താവിൽ സന്തോഷിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം ഓരോ ദിവസവും അനുഭവിക്കട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ അവൻ്റെ സ്നേഹത്തിൽ അവൻ നമ്മളെ മറയ്ക്കുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ മെയ് 15 രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ മെയ് 16 രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് മെയ് 22 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് മെയ് 23 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, നൂറണി. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട.